കണ്ട അതല്ലേ പറഞ്ഞത് ക്ലാസ് തുടങ്ങുന്നു. എന്താ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാഞ്ഞിട്ട് വയ്യേ? അയ്യോ, ഒരു പോലീസിന്റെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പോയാ മതിയോ? ആ, വനിതാ കോൺസ്റ്റബിൾ മതിയോ? നീ ഇതും അപ്ലൈ ചെയ്ത, അപ്പൊ ഞാനും അപ്ലൈ ചെയ്യാൻ പോണ്ടേ? 31,100 രൂപ സാലറി. ഗുഡ് മോർണിംഗ് മാം. അതിലേ കുറവാ. ക്ലാസ് തുടങ്ങിട്ടോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് കുറച്ച് ദിവസം കണ്ടിട്ട്. സുഖാണോ? സുഖാണ് മാം. സുഖാണ്. ഓക്കെ, പഠിച്ചു തുടങ്ങിയോ? ഒരു മാസം കൂടി കഴിഞ്ഞ എക്സാം വരും കേട്ടോ. ആ, മാം സുഖാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാലാവസ്ഥ? എങ്ങനെയുണ്ട്? തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? കാര്യമില്ല മാം. എന്താണ്? തണുപ്പ് കാര്യമില്ല. കാര്യമില്ല. ഓക്കെ ഓക്കെ, തണുപ്പാണ്. ഓക്കെ, ചില ആൾക്കാർക്ക് തണുപ്പുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ എന്തായി പഠിപ്പെന്തായി? പഠിക്കുന്നുണ്ടാ? ഡിവിഷൻ തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തോ? ആ, തുടങ്ങി. ഇപ്പോഴേ തുടങ്ങി പഠിച്ചു തുടങ്ങാം കേട്ടോ. അടുത്ത ഭാഗങ്ങള് അപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഒന്നിച്ച് വെച്ചാല് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം മിസ്സിന് പറയാനുണ്ട് കേട്ടോ. ഒരു മിസ് പറഞ്ഞതിലൊരു തെറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്വാളിറ്റി മാനേജ്മെന്റിലെ നമ്മള് ഫോർമുലാസ് പറഞ്ഞില്ലേ? 30ാമത്തെ ഫോർമുല പറഞ്ഞില്ലേ? ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. അതിനകത്ത് നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷർ പറഞ്ഞപ്പോ മിസ് കോസ്റ്റ് എന്നുള്ളതിന് കോസ്റ്റ്, കാരണം എന്നുള്ളതിന് കോസ്റ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊന്ന് തിരുത്തി വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് ഫോർമുല പറഞ്ഞു പോയപ്പോ തെറ്റിയതാണേ. പാരന്റൽ എക്സ്പോഷർ പറഞ്ഞില്ലേ? അതെന്താണ്? ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന ഇഞ്ചുറീസ് ആണ് അല്ലെ? അത് മിസ് പറഞ്ഞില്ലേ? ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞില്ലേ? എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ് എന്നാക്കണം കേട്ടോ. കോസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞു പോയതാണ് മിസ് കേട്ടോ, സോറി. തിരുത്തി എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ഒന്ന് തിരുത്തി എഴുതിക്കോളൂ കേട്ടോ. അത് കോസ്റ്റ് എന്നായി പോയതാണ്, കോസ്റ്റ് കേട്ടോ. കോസ്റ്റ്, CAUSD, SED കേട്ടോ. CAUSED, കോസ്റ്റ്. കാരണം ഇഞ്ചുറി വരുന്നത് ഇതിൽ നിന്നാണ്, ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്നാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയോ? പാരന്റൽ എക്സ്പോഷർ നിങ്ങൾ എഴുതിയില്ലേ എന്താണെന്നുള്ളത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. മാം ഒന്നും കൂടെ പറയോ? ഞാൻ ഇപ്പോഴായും ക്ലാസ് കയറിയത്, കേട്ടില്ല എന്താ പറഞ്ഞത്. അല്ല മിസ്, അതിനെന്താ തെറ്റാത്? അങ്ങനെ തന്നെയാണ് എഴുതിയേക്കണത്. മിസ് പറഞ്ഞതേ കോസ്റ്റ് എന്നായിപ്പോയതാണ്. കോസ്റ്റ് എന്നാണ്, കോസ്റ്റ് എന്നായിപ്പോയി. അതാണ് കേട്ടോ മിസ്റ്റേക്ക് പറ്റിയത്. ഏത് ചാപ്റ്ററിലാ വരുന്നത്? ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ്. ഫോർമുല 30ാമത്തെ ഫോർമുല പറഞ്ഞപ്പോഴേ അതിനകത്ത് നമ്പർ ഓഫ് പാരന്റൽ എക്സ്പോഷർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, കോസ്റ്റ് എന്നാണ് കേട്ടോ. യെസ്, ഐശ്വര്യ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടേ. സുഷ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നോക്കുന്ന എഴുതിക്കോളൂ. എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. കോസ്റ്റ് എന്നുള്ളതിനെ മിസ് കോസ്റ്റ് എന്ന് പറഞ്ഞു പോയി. പെട്ടെന്ന് ഫോർമുല പറഞ്ഞപ്പോ എല്ലാ ക്ലാസ്സിൽ എടുക്കുന്നത് കൊണ്ടേ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, സോറി കേട്ടോ. ഓക്കെ, എഴുതിയില്ലേ?
കറക്റ്റ് ആയില്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? പാരന്റൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. അതാണ് പാരന്റൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. കാരണം ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താ പറയാൻ പറ്റോ? കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഫങ്ഷനിങ് എന്താണെന്നൊക്കെ? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഓക്കെ, പിന്നെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. വെരി ഗുഡ്. പിന്നെന്താണ്? ഡിജിറ്റൽ ഡാറ്റയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പേജ് നമ്പർ എത്രയാണ്? സുഷ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ മാർക്കിന്. 72 കേട്ടോ. 11ാമത്തെ ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ചാപ്റ്റർ ഏതാണ്? നിങ്ങളുടെ 52 കേട്ടോ ചാപ്റ്റർ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാല്? ഫണ്ടമെന്റൽസ് അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ ഒന്ന് വരച്ചിട്ടുള്ളൂ കേട്ടോ, മാർക്ക് ചെയ്ത് പോവാട്ടോ. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. ഇനി കമ്പ്യൂട്ടറിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റാസ് അല്ലെ, ഡിജിറ്റൽ ആയിട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുകയും അതിന്റെ പ്രോസസ്സിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ. They consist of hardware and software components that work together to carry out various tasks. അല്ലെ, കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടാസ്കുകൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കമ്പോണൻസ് അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഈ വേരിയസ് ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ആയിട്ടും അതുപോലെ തന്നെ ഹാർഡ്വെയർസിന്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് പറയാൻ പറ്റോ? എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റോ ഹാർഡ്വെയർസിന്? കീബോർഡ് ഉണ്ട് അല്ലെ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഹാർഡ്വെയർ എന്ന് പറയുന്നുണ്ട് അല്ലെ. കീബോർഡ്, മൗസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. CPU അല്ലെ, അതൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാൻ, വി ക്യാൻ ടച്ച് അല്ലെ, ടച്ച് ചെയ്യാൻ പറ്റുന്നു. പ്രിന്റർ, വെരി ഗുഡ്. ഇനി സോഫ്റ്റ്വെയർ ഏതൊക്കെയായിരിക്കും? സോഫ്റ്റ്വെയർസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ്? സോഫ്റ്റ്വെയർസ് എന്തൊക്കെയായിരിക്കും? പഠിക്കാനായിട്ട് വരുന്നുണ്ട്, ചോദിച്ചു എന്നുള്ളൂ, അറിയോ എന്നുള്ളത്. സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാവാം? സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആപ്ലിക്കേഷൻസ്, മൈക്രോസോഫ്റ്റ്, വിൻഡോസ് അല്ലെ, ജാവ ഒക്കെ കേട്ടിട്ടുണ്ടാ? ഇതൊക്കെ എന്താ? സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹാർഡ്വെയർസ് എന്താണെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ C++ ഉണ്ട്, ലിനക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, .NET ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങള് പഠിച്ചിട്ടുണ്ടോ? .NET, ജാവ, SQL ഒക്കെ. അതൊക്കെ എന്താ? സോഫ്റ്റ്വെയർസ് ആണ്. ചാൾസ്. ഓക്കെ, ചാൾസ് ബാബേജ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു
ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് ഡിജിറ്റൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുകയും അതിന്റെ പ്രോസസ്സിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ വേരിയസ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ വേരിയസ് ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ് എന്ത് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വി ക്യാൻ ടച്ച് അല്ലെ ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് ഒരു കമ്പോണന്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ഹാർഡ്വെയറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് മൗസ്, പ്രിന്റർ, കീബോർഡ് അങ്ങനെയുള്ളതൊക്കെയാണ് ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലേ എന്താണ് ജാവ, .NET, C++ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. The fundamental components of computer consist of a central processing unit. അടയാളപ്പെടുത്തി വെക്കട്ടോ. CPU-ന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇനി എന്താണ് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളായിട്ട് വരുന്നത്? ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ് കേട്ടോ. ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ്? CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട്, അതുപോലെ എന്താണ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഇനി ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ എന്താണ്? കീബോർഡ്. കീബോർഡ് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണല്ലേ. അതുപോലെ തന്നെ മൗസ്. മൗസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. സ്പീക്കർ. നമ്മള് ഇപ്പൊ ഇൻപുട്ട് ഡിവൈസസ് പറയാം കേട്ടോ. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, അതുപോലെ എന്താണ് മൈക്രോഫോൺസ് ഒക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ ഉണ്ട്, പ്രിന്റർ അല്ലെ പ്രിന്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്, പിന്നെന്താണ് സ്പീക്കർ അല്ലെ, പിന്നെന്താണ് പ്രൊജക്ടർ, അങ്ങനെയുള്ള എന്താണ് ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സ്കാനർ നിങ്ങൾക്ക് അറിയാം, എക്സാമ്പിൾ ആയിട്ട് അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഏതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളത്. ഇൻപുട്ട് ഡിവൈസസ് ഒന്നും കൂടി പറയാം. എന്താണ്? കീബോർഡ്, മൗസ്, അതുപോലെ എന്താണ് മൈക്രോഫോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നത്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് മോണിറ്റർ ഉണ്ട്, പ്രിന്റർ, സ്കാനർ, പ്രൊജക്ടർ, അങ്ങനെയുള്ള ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെയാണോ? കിട്ടിയില്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്? ഓക്കെ. ഇനി നോക്കിയേ. അപ്പോ കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞത്, പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങള്. അതാണ് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. ഇനി എന്താണ്? The CPU is said to be the brain of the computer. അപ്പൊ എന്താണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, തല എന്ന് പറയുന്നത് എന്താണ്? CPU-നെ ആണ്. CPU ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. ഈ CPU എന്താ ചെയ്യുന്നത്? കാൽക്കുലേഷൻസ് അല്ലെ, കാൽക്കുലേഷൻസ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നതുമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. CPU-ന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? കാൽക്കുലേഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യാൻ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ CPU ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താണ്? മെമ്മറി സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ, മെമ്മറി സ്റ്റോറിൽ ഡാറ്റ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് CPU ആണ്. അതുപോലെ തന്നെ എന്താണ്? മെമ്മറി സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് that CPU require
to access quickly. എന്താ പറയുന്നത്? CPU-ന് വേഗത്തില് ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർദ്ദേശങ്ങൾ അല്ലെ. ഡാറ്റ ആയാലും നിർദ്ദേശങ്ങളായാലും മെമ്മറിയാണ് സ്വീകരിക്കുന്നത്. എന്താ പറഞ്ഞത്? CPU-ന് വേഗത്തിൽ ആക്സസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത് മെമ്മറിയാണ്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ user able to interact with the computer such as through the keyboard and mouse. നമ്മുടെ കീബോർഡ് മൗസ് എന്താണെന്നാ പറഞ്ഞത്? എന്ത് ഡിവൈസസ് ആണ് കീബോർഡ് ആൻഡ് മൗസ് ഒക്കെ? കീബോർഡ് മൗസും എന്ത് ഡിവൈസസ് ആണ്? വെരി ഗുഡ്, ഇൻപുട്ട് ഡിവൈസസ് അല്ലെ. അങ്ങനെയുള്ള ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂസർക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്? സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടേം യൂസ് അല്ലെ. സ്റ്റോറേജ് ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that allows the computer to perform specific tasks. Operating software അതുപോലെ തന്നെ application സോഫ്റ്റ്വെയറുകളെയും കമ്പ്യൂട്ടറിൽ ഒരു സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയാലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളായാലും കമ്പ്യൂട്ടറിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട്, സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് അതുപോലെ അതിന്റെ പ്രോസസ്സിംഗുമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഹാർഡ്വെയർസ് ഏതൊക്കെയാണ്, സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഫണ്ടമെന്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ ഇമ്പോർട്ടന്റ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ, കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് എന്തൊക്കെയാണ്? CPU ഉണ്ട് അല്ലെ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് യൂണിറ്റ്. ഈ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? CPU ആണ്. അതുപോലെ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി, CPU റെസ്പോൺസിബിലിറ്റി എന്താണ്? കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതുമായിട്ട് അതുപോലെ തന്നെ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് CPU-ന് ഉള്ളത്. പിന്നെന്താണ്? മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? മെമ്മറീസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഈ CPU-ന് വേഗത്തിലുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നത് ആരാണ്? മെമ്മറിയാണ്. ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളൊക്കെ അവിടെ മെമ്മറിയാണ് സ്വീകരിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്? യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് യൂസറിനെ നല്ലൊരു ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്ററാക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സ്റ്റോറേജ് ഡിവൈസസ് അല്ലെ. സ്റ്റോറേജ് ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, പ്രോഗ്രാംസുകൾ ആയാലും ഡാറ്റാസ് ആയാലും അത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സ്റ്റോറേജ് ഡിവൈസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് അലോസ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് അല്ലെ. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അത് രണ്ടും എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഒന്ന് നോക്കി വെക്കാം. ചിത്രം തന്നിട്ടുണ്ട്, ചിത്രങ്ങള്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ അല്ലെ, അങ്ങനെ പല പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അതൊക്കെ. ക്ലിയർ ആയല്ലേ ഇൻട്രൊഡക്ഷൻ? ഓക്കെ അല്ലേ? അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ. ഇനി നോക്കിയേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിലെ ഘടകങ്ങളായിട്ട് വരുന്നത്? അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, എന്താണ്? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ലാസ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Okay, first one നോക്കിക്കോളൂ. Hardware. Physical components of a computer like the central processing unit, memory, storage devices, input and output devices and motherboard. എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല്? ഒരു ഫിസിക്കൽ കമ്പോണന്റ് ആണ് അല്ലെ. നമുക്ക് എന്താണ്? ടച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ കമ്പോണന്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലെ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഹാർഡ്വെയർസിൽ വരുന്നത്? CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ മദർബോർഡ്. എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഒരു ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഹാർഡ്വെയർസ്. ഓക്കെ ആണോ? അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഓക്കെ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഏതൊക്കെയാണ് ഹാർഡ്വെയർസിൽ വരുന്നത്? CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ മദർബോർഡ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ഏതൊക്കെയാണ് ഹാർഡ്വെയർസിൽ വരുന്നത് എന്നൊക്കെ. ഓപ്ഷനിൽ വരാം. ഹാർഡ്വെയർസ് ചിലപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കും ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഇനി നോക്കിയേ, സോഫ്റ്റ്വെയർ എന്താണ്? Programs and operating systems that make the computer able to perform the task. This consists of system software. Example, Windows. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ സോഫ്റ്റ്വെയർസിൽ? വിൻഡോസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എംഎക്സ് OS ആൻഡ് അതുപോലെ തന്നെ ലിനക്സ് ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. അപ്പൊ സോഫ്റ്റ്വെയറിൽ നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തൊക്കെയാ വരുന്നത്? വെബ് പ്രോസസ്സേഴ്സ് ആൻഡ് വേർഡ് ബ്രൗസേഴ്സ് ആൻഡ് ഗെയിംസ്. ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. ഇനി എന്താണ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അല്ലെ. ഹാർഡ്വെയർ പോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കമ്പ്യൂട്ടറിന്റെ. അതുപോലെ തന്നെ എന്താണ്? സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആയാലും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർസ് രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്?
ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ അതിനകത്തില്ല കേട്ടോ, PDF ഇല്ല, എക്സ്ട്രാ പറഞ്ഞു തന്നതാണ് കേട്ടോ. വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? എഴുതിയെടുക്കണോ അല്ലെ? ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ. എന്താണ് ചിലപ്പോ ഇനി ഇത് കഴിഞ്ഞിട്ട് എക്സാമിനായിരിക്കും നിങ്ങൾ വായിച്ചു നോക്കുന്നത്. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ്. ഇത് കഴിഞ്ഞോ രണ്ടാമത്തെ പോയിന്റ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഔട്ട്പുട്ട് ഡിവൈസസിനെയും പറഞ്ഞു തരാം കേട്ടോ. ഈ പോയിന്റ് എല്ലാം ഒന്നുകൂടിയും പറഞ്ഞു തരാം. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. 4 കാര്യങ്ങളാണല്ലേ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാ പറഞ്ഞത്? ഒരു കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഇനി എന്താണ്? ഇൻപുട്ട് ഡിവൈസസിനെയും ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. കിട്ടിയോ? ഓക്കെയാണോ? ഇനി നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി എന്താണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, ഫസ്റ്റ് പോയിന്റ് ആണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോട്ടോഷോപ്പ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിലവരത് പഠിച്ചിട്ടുണ്ടാകും. ഫോട്ടോഷോപ്പ് ഇതിനു വേണ്ടിയിട്ടാണ് ഫോട്ടോഷോപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എന്തിനാ പഠിക്കുന്നത് നമ്മള്? പറയാം. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാസ്ക്, ഒരു പ്രത്യേകമായിട്ടൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡിസൈനിങ്ങിന് അല്ലെ, ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ എന്താണ് അതൊരു ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. അതുപോലെ തന്നെ MS വേർഡ് പഠിച്ചിട്ടുണ്ടോ? MS വേർഡ് ഇതിന് വേണ്ടിയിട്ടാണ് ടൈപ്പ് ചെയ്യാനായിട്ട് അല്ലെ, ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ചിലവർ പഠിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് അറിയാൻ പറ്റും. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MS വേർഡ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ അതൊക്കെ എന്താണ് MS Word ആയാലും ഫോട്ടോഷോപ്പ് ഒക്കെ ആയാലും എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്പീഡ് ഉണ്ടാവും, നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സ്പീഡൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് MS Word പഠിക്കുന്നത്, ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ്, ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ടും ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു, അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പഠിച്ചു, അതിനുശേഷം നമുക്ക് എന്താണ് അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ, അതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അത് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണ് ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം ഉപയോഗിച്ച ശേഷം അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ശേഷം എന്താണ് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഉപയോഗത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. കിട്ടിയില്ലേ 2 പോയിന്റ്? മനസ്സിലായില്ലേ? അപ്പോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറും. ഓക്കെ അല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ് ഫണ്ടമെന്റൽ കമ്പോണന്റ് ആണ് എന്താ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ, CPU, the brain of the computer that carry out instructions, perform calculations and controls the data processing. എന്താണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. അത് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്? CPU ആണ്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതുപോലെ എന്താണ് ഇതിനകത്ത് ഈ CPU എന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ അല്ലെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, കമ്പാരിസൺ ചെയ്യുന്നുണ്ട്, കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ് ഒക്കെ CPU ആണ്. CPU-ന്റെ ഒരു പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ജോലിയാണ് മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ്. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്ത ആരാണ്? CPU ആണ്. കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ്? കാൽക്കുലേഷൻസ് അറിയില്ലേ നിങ്ങൾക്ക്? അഡീഷൻ ഉണ്ട്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാൽക്കുലേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്കൽ കമ്പാരിസൺ ഉണ്ട്. ഇത് എന്താണെന്ന് പറയാൻ പറ്റും? എന്താണ് മാത്തമാറ്റിക്കൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാല്? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? അതൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് മാത്തമാറ്റിക്കൽ കമ്പാരിസണിൽ വരുന്നത്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? CPU-ന്റെ പ്രധാനപ്പെട്ട ജോലി എന്തൊക്കെയാണ്? കാൽക്കുലേഷൻസ്, അതുപോലെ മാത്തമാറ്റിക്കൽ കമ്പാരിസൺസ് ഒക്കെ പെർഫോം ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതുപോലെ കാൽക്കുലേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങള്. മാത്തമാറ്റിക്കൽ കമ്പാരിസൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഇനി എന്താണ് മെമ്മറി നോക്കിയേ. നെക്സ്റ്റ് ആണ് മെമ്മറി. ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചേ. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. But the computer stores the data and instructions that are currently used. It includes RAM എന്താണ്? Random access memory and cache memory. റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ട്, ക്യാച്ചി മെമ്മറിയും ഉണ്ട്. മെമ്മറിയിലെ 2 തരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്, ക്യാച്ചി മെമ്മറി ഉണ്ട്. ഇനി മെമ്മറിയിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? ഡാറ്റാസ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റാസും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് മെമ്മറി. ഒരു താൽക്കാലിക സ്റ്റോറേജ് സ്പേസ് ആണ്. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? റാൻഡം ആക്സസ് മെമ്മറിയും ഉണ്ട്, ക്യാച്ചി മെമ്മറിയും ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാച്ചി മെമ്മറിയാണ് കേട്ടോ. ഹോസ്പിറ്റലില് കൂടുതലും യൂസ് ചെയ്യുന്നത് ക്യാച്ചി മെമ്മറിയാണ്. അതുപോലെ തന്നെ ഈ റാൻഡം ആക്സസ് മെമ്മറി അതിനെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ക്യാച്ചി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാച്ചി മെമ്മറിയാണ്.
റാൻഡം ആക്സസ് മെമ്മറിനെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ക്യാച്ചി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെയാണോ മെമ്മറി? ഇനി എന്താണ് സ്റ്റോറേജ് അല്ലെ? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്. ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചേ. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് മെമ്മറിയാണ്. അതുപോലെ സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ട് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്. എക്സാമ്പിൾ നോക്കിയേ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, used to store data, programs and operating system even when the computer is powered off. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഈ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഇല്ലേ, ഡ്രൈവ്സ് ഇല്ലേ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, അതിന്റെ ചുരുക്കരൂപം ഒന്ന് എഴുതി വെച്ചോളൂ. SSD എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സിനെ SSD എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി SSDയുടെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, SSD. ഓക്കെ, എഴുതിയില്ലേ? സ്റ്റോറേജ് എന്താണ്? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. സോളിഡ് സ്റ്റേറ്റിനെ SSD എന്ന് പറയുന്നുണ്ട് കേട്ടോ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും ഡാറ്റ, പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള സ്പേസ് ആണ്, സ്റ്റോറേജ് സ്പേസ് ആണ് ഇത്. സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഇത് സ്റ്റോറേജ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഓഫായി പോയിരുന്നാലും നമുക്ക് എന്തുണ്ടാവും? അവിടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാം. മെമ്മറി അങ്ങനെയല്ല. ചിലപ്പോ എന്താണ്, ഞാനിപ്പോ പറയുമ്പോൾ തന്നെ എന്താണ്, ഈ വിവരങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാല് ആ മെമ്മറിയിൽ എന്തുണ്ടാവില്ല? ഡാറ്റാസ് ഉണ്ടാവില്ല. എന്താണ്? ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കറണ്ട് പോവുകയാണെങ്കിൽ ആ ഡാറ്റാസ് ഒന്നും അവിടെ എന്താണ് മെമ്മറിയിൽ ഉണ്ടാവണമെന്നില്ല. ക്ലിയർ ആയോ? സ്റ്റോറേജ് അങ്ങനെയല്ല. എന്താണ്? ഒരു പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. കറണ്ട് പോയാലും എന്തുണ്ടാവും? കറണ്ട് വന്നതിന് ശേഷവും അവിടെ എന്തുണ്ടാവും? ഡാറ്റാസ് അവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? മെമ്മറിയും സ്റ്റോറേജും ഓക്കെ ആണോ? ഇനി എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ? These are devices used to interact with the computer like keyboard, mouse എന്നാക്കണം കേട്ടോ. അവിടെ mouse, MOUSE, store, keyboard, mouse, monitors, printers and scanners. മാറ്റിയോ? സ്പെല്ലിംഗ് എറർ മാറ്റിയോ? മൗസ് എന്നാണ് കേട്ടോ അത്. അപ്പോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ? കമ്പ്യൂട്ടറുമായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അല്ലെ? ഏതൊക്കെയാണ്? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി എന്താണ്? ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് എന്ത്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ OS എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ OS എന്ന് ചോദിച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതാണ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ റിസോഴ്സസ്, control hardware devices and provide a user interface for interacting with the computer. എന്താണ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? യൂസറിനും കമ്പ്യൂട്ടറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്ന് ഒരു പ്രധാന മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെയും യൂസറിന്റെയും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും യൂസറിന്റെയും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയേറ്റർ എന്ന് പറയാം. ആരെ പറയാം? നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറയാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയോ? യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനും ഇടയിൽ നിന്ന്
പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലെ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫണ്ടമെന്റൽസ് അല്ലെ, പ്രധാനപ്പെട്ട ഘടകങ്ങള്, കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങളാണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ്, ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസസ്, ലാസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഫണ്ടമെന്റൽസ് വായിച്ചു നോക്കിയോ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഭാഗമാണ് മൈക്രോസോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ്വെയർ. Microsoft Word is widely used for word processing software developed by Microsoft. ഫസ്റ്റ് ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയ ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസോഫ്റ്റ് എന്താണ്? widely used for word processing software അല്ലെ. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ലൈനിൽ പഠിക്കാനുള്ളത്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. രണ്ട് കാര്യങ്ങൾ അടയാളപ്പെടുത്തിയില്ലേ? ഇനി എന്താണ്? ഇറ്റ് പെർമിറ്റ്സ് ദ യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സെൻഡ് ഡോക്യുമെന്റ്സ് ഫോർ ദ ഡിഫറെന്റ് പർപ്പസസ് ലൈക്ക് writing reports, letters, resumes and more. Here are the some important features and functionalities of Microsoft Word. എന്താണ്? ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമാറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡോക്യുമെന്റ്സ് ഒക്കെ സേവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റെസ്യൂംസ് ഉണ്ടാക്കാം. റെസ്യൂംസ് ഒക്കെ അറിയില്ലേ? CV, റെസ്യൂമെ ഒക്കെ, അതുപോലെ ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അറിയാവുന്നതല്ലേ? ഇനി എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഫസ്റ്റ് വൺ, user friendly interface. Microsoft Word offers a user friendly and intuitive interface, making it reachable to both beginners and experienced users. The toolbar and ribbon provide quick entry
two different formatting and editing options. എന്താണ് യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ, യൂസർ ഫ്രണ്ട്ലി ആണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ബിഗിനേഴ്സിനായാലും ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സിനായാലും ഒരുപോലെ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട്, അതാണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്. ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനായാലും എന്താണ് പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു എന്താണ് ഡിഫിക്കൽറ്റി ഒന്നും കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൈക്രോസോഫ്റ്റ് വഴി ചെയ്യാനായിട്ട് പറ്റുന്നത്. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ യൂസർ ഫ്രണ്ട്ലി ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് തന്നെ ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സിനായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടൂൾ ബാർസ് അതുപോലെ റിബൺസ് ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിന്റെ അടിയിൽ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ, ടൂൾ ബാർസ് റിബൺസ് ഒക്കെ കണ്ടോ, അതിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇത് പഠിച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കാം കേട്ടോ, ചിത്രം ഒന്ന് നോക്കാം, നോക്കിയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ടൂൾ ബാർസുകൾ ഉണ്ടാവും, അതുപോലെ റിബൺ, അങ്ങനെ പല ടൈപ്പിലുള്ള ഓപ്ഷൻ ഒക്കെ ഈ വേർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് യൂസർ ഫ്രണ്ട്ലി. ഓക്കെ ആണോ? യൂസർ ഫ്രണ്ട്ലി മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താണ് സെക്കൻഡ് ഫീച്ചർ ആണ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. Users can create new documents from scratch or choose from a range of templates provided by Word. എന്താണ് templates എന്ന് പറഞ്ഞാല്? templates എന്താണ്? templates എന്ന് പറഞ്ഞാല് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസ്, അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനായിട്ട് മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. മിനിറ്റ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇപ്പൊ ടെംപ്ലേറ്റ്സ് കിട്ടിയില്ലേ? ടെംപ്ലേറ്റ്സ് ഓക്കെ അല്ലേ? ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനായിട്ട് മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസ് ആണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ്സ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? It offers a vast setting of formatting tools for text, paragraph, and page, permitting users to customize the appearance of their documents. എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ പാരഗ്രാഫ് എഴുതാനായിട്ട് പേജുകള്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഈ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? വേർഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ എന്താണ് പാരഗ്രാഫ് അല്ലെ, ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടല്ലേ കൂടുതലും വേർഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് എന്താണ് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഓക്കെ ആണോ? നമ്മളിപ്പോ എന്താണ് റെസ്യൂമേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ റെസ്യൂമേഴ്സ് ഒക്കെ കൊടുക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പുതിയ സ്ട്രക്ചർ അല്ലെങ്കിൽ പുതിയ ഫോർമാറ്റുകൾ, പല ഫോർമാറ്റും ഉണ്ടാവും. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എന്ത് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഫയൽസ്, അത് റെസ്യൂം ഒക്കെ നമ്മൾ പുതിയ ഫോർമാറ്റിൽ പല സ്ട്രക്ചറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അതിനാണ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
തേർഡ് പോയിന്റിലോട്ട് പോട്ടെ. ഓക്കെ, ഇനി എന്താണ് തേർഡ് പോയിന്റ് ആണ് collaboration and sharing. Microsoft Word support collaboration features, making multiple users able to work on a document at the same time. User can chat, changes, delete commands, and merge edits made by different contributors. Documents can also be simply shared via email, storage services, or by creating links. എന്താ പറയുന്നത് നമ്മള് ഇപ്പോ ഈ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗിൽ പറയുന്നത് പല യൂസേഴ്സിന് സെയിം ടൈമിൽ ഡോക്യുമെന്റ്സ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വേർഡിൽ എങ്ങനെയാണ് പല യൂസേഴ്സിന് സെയിം ടൈമില് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ മെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ അല്ല, ഒപ്പീനിയൻസ്, നമ്മുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വേർഡിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് പല യൂസേഴ്സിന് സെയിം ടൈമില് ഡോക്യുമെന്റ്സ് ഈ വേർഡില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൽ വഴി ഷെയർ ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് അല്ലെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇടാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. The Word provides a lot of formatting options for text, which includes font size, font style, size, color, and effect. Users can apply formatting to paragraph, adjust lines, spacing, align text, and add bullet points and or numbering. It also offers modern features such as the hearts and footers, tables, and styles for consistent document formatting. എന്താ പറയുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സൈസ്, ഫോണ്ട് കളറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഈ വേർഡ് തരത്തിലൂടെ അല്ലെങ്കിൽ വേർഡ് തുറന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വേർഡിലൂടെ നമുക്ക് പല ഫോണ്ട് സൈസിലാക്കാം അല്ലെ. പാരഗ്രാഫ് എഴുതുമ്പോൾ ചെറിയ രീതിയിൽ വേണോ അല്ലെങ്കിൽ വലുതായിട്ട് നമുക്ക് എഴുതണമെങ്കിൽ പല ഫോണ്ട് സൈസ് ഉണ്ട്. അതുപോലെ സൈസ്, കളറ്, ഇഫക്റ്റ് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ലൈൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ബുള്ളറ്റ്, ഓരോരോ ബുള്ളറ്റ് പോയിന്റ് ഒക്കെ എഴുതണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നമുക്ക്. നിങ്ങളൊക്കെ ഇപ്പോ എന്താ വേർഡിൽ ചെയ്തിട്ടുള്ളവരല്ലേ? അറിയോ? വീട് പഠിച്ചവരുണ്ടോ? രാധികയ്ക്ക് അറിയാം. ഓക്കെ, സൂക്ഷിച്ച് പഠിച്ചു. അങ്ങനെയുള്ള പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെന്താ പറയുന്നത്? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ്. വേർഡ് കൺസിസ്റ്റ് ഓഫ് ബുള്ളറ്റ് ഇൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടു make user identify and correct errors. It underlines misspelled words and suggested corrections which ensure the accuracy of written content. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു സ്പെല്ലിംഗ് എറർ ആയാല് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൂൾസ് വെച്ചിട്ട് ആ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഇപ്പൊ പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പാരഗ്രാഫിൽ തെറ്റോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും? എന്താ കാണിക്കാറ്? എന്ത് കാണിക്കും? എറർ കാണിക്കും അല്ലെ? എന്ത് കളർ വെച്ചിട്ട് കാണിക്കുന്നത്? റെഡ് ലൈൻ വരാറില്ലേ? റെഡ് മാർക്ക് വെച്ചിട്ട് അല്ലെ? അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളർ അല്ലെ, റെഡ് ലൈൻ ഇങ്ങനെ അവിടെ കാണിക്കും. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്. അതാണ് അതിൽ പറയുന്നത്. സ്പെല്ലിംഗ് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡിൽ എന്ത് കാണിക്കുന്നുണ്ട്?
സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് റെഡ് കളർ അല്ലെങ്കിൽ റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്. കിട്ടിയില്ലേ? അങ്ങനെ റെഡ് ലൈൻ കാണിക്കുകയാണെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തിരുത്താനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. User can insert different objects into their document like image, shape, charts, and this what permits the resizing, positioning, and formatting of these objects, making it easy to improve the visual appeal of documents. എന്താണ് നമ്മള് വേർഡിൽ നമ്മളിപ്പോ പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഇമേജസ് കൊടുക്കാം, പല ഷേപ്പുകൾ കൊടുക്കാം, ചാർട്ടുകൾ കൊടുക്കാം, ടേബിൾസ് ഒക്കെ കൊടുക്കാം അല്ലെ. അങ്ങനെ ടേബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് കാണുന്ന ഇപ്പൊ നിങ്ങളൊരു എന്താ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ഇപ്പോ സെമിനാർസോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെമിനാർസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണല്ലേ. കാണുന്ന ആൾക്കാർക്ക് പല എഴുതുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ബോറടിക്കില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ പല ഇമേജസോ അല്ലെങ്കിൽ പല ചാർട്ടുകളോ ടേബിൾസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും അവർക്ക് കൂടുതൽ അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ, മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇമേജസ് ആയ പല ഷേപ്പ് ചാർട്ടൊക്കെ ഇൻട്രസ്റ്റ് കൂടും അല്ലെ. എപ്പോഴും ഇങ്ങനെ പാരാപാര വായിച്ചുകൊണ്ടിരിക്കുന്നതിന് നല്ലത് എന്താണ്? ഇമേജസോ അല്ലെങ്കിൽ ചാർട്ടോ ടേബിളൊക്കെ അതിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പൊ മറ്റുള്ളവരെ ഇൻട്രസ്റ്റ് ആക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. Word provide a wide range of templates and themes for various documents type, include resume, letters, and flyers, and more. These templates offer pre-designed layouts and formatting that save time and effort for user. എന്താണ് flyers എന്ന് പറഞ്ഞാൽ എന്താണ്? Flyers അറിയോ? റെസ്യൂം പോലെ തന്നെയുള്ള ഒരു സെയിം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞാല്. ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞാലും റെസ്യൂം പോലെ തന്നെയുള്ള ഒരു സെയിം തന്നെയാണ്. റെസ്യൂം നമ്മൾ ചെയ്യില്ലേ, റെസ്യൂം ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു സെയിം തന്നെയാണ് ഫ്ലയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെംപ്ലേറ്റ്സും തീംസും ഉപയോഗിച്ചുകൊണ്ട് റെസ്യൂം അതുപോലെ ഫ്ലയേഴ്സ് അതുപോലെ ലെറ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ എഫേർട്ടില് വളരെ കുറച്ച് ടൈമിൽ നമുക്ക് എന്താണ് റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവയിലൂടെ സാധിക്കും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വേർഡിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞത്? യൂസർ ഫ്രണ്ട്ലി ആണല്ലേ. ഇപ്പൊ ബിഗിനേഴ്സിനായാലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്കായാലും പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു യൂസർ ഫ്രണ്ട്ലി പെട്ടെന്ന് ഇടപഴകാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഡോക്യുമെന്റ്സ് ക്രിയേഷൻ, എഡിറ്റിംഗ് അല്ലെ, എഡിറ്റ് ചെയ്യാം ഡോക്യുമെന്റുകൾ, പാരഗ്രാഫ്, അതുപോലെ തന്നെയുള്ള ടെസ്റ്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്? കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞാല് പല യൂസേഴ്സിന് സെയിം ടൈമിൽ നമുക്ക് വേർഡില് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെയിലിലോട്ട് അയക്കണമെങ്കിൽ അയക്കാം, ഷെയർ ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. നമ്മുടെ ഒപ്പീനിയൻ വരുന്നുണ്ടെങ്കിൽ ആ ഒപ്പീനിയൻസ് കൂടി അതിൽ എഴുതാൻ പറ്റും. പിന്നെന്താണ്? റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വേർഡ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും. പല സൈസിൽ നമുക്ക് നമ്മുടെ ഫോണ്ട് സൈസ് സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് കളറിങ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറഞ്ഞത്? സ്പെല്ലിംഗ് എററൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തരുന്നുണ്ട് വേർഡ്? അവിടെ റെഡ് ലൈൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ തിരുത്താനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? പല ഷേപ്പുകള് അതുപോലെ തന്നെ ചാർട്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പാരഗ്രാഫ് പോലെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഇമേജസും ഷേപ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാണികളെ അട്രാക്റ്റീവ് ആക്കാൻ
സഹായിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഞാൻ വൈൻഡപ്പ് ചെയ്യണേ കേട്ടോ. ടെംപ്ലേറ്റ്സ് ആൻഡ് എന്താണ് തീംസ് അല്ലെ, ഇങ്ങനെയുള്ള തീംസുകൾ ടെംപ്ലേറ്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് റെസ്യൂം ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ടൈമിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങളാണ് കേട്ടോ മിസ് എടുക്കുന്നത്. കുറച്ചോ നിങ്ങൾക്ക് ഇല്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.